വിലക്കയറ്റം തടയുന്നതിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് വഹിക്കുന്ന പങ്ക് ആർക്കും വിസ്മരിക്കാനാകില്ലെന്ന് പത്തനാപുരം എംഎൽഎ കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. മാലൂർ ഗ്രന്ഥശാല ജംഗ്ഷനിൽ നന്മ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്ത് വിലക്കയറ്റം മൂലം ദുരിതത്തിലായ ജനങ്ങൾക്ക് സർക്കാർ അധീനതയിലുള്ള വ്യാപാരശാലകൾ ഏറെ ആശ്വാസമായതായും ഗണേഷ് കുമാർ പറഞ്ഞു. രാജ്യത്താകെ വിലക്കയറ്റം ദുരിതം വിതയ്ക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ലാഭ മാർക്കറ്റുകളിലൂടെ വിലക്കയറ്റം നിയന്ത്രിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഒരു സംവിധാനം തുടങ്ങാൻ കഴിയുകയും ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ഈ വായനശാല ജംഗ്ഷനിൽ, ഈ ഗ്രന്ഥശാല ജംഗ്ഷനിൽ നമുക്ക് അടുത്തെങ്ങും കടയില്ല. ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ നമുക്ക്. പക്ഷെ ഒന്നേൽ കുണ്ടയത്ത് മൂലക്കട പോകണം, അല്ലെങ്കിൽ വളരെ ദൂരെ പോയി കടുവാത്തോട്ടിലേക്ക് പോകണം, അങ്ങനെ മാലൂരിലേക്ക് പോകണം, അങ്ങനെ ശരി കടുവാത്തോട്ടിൽ പോകണം, അല്ലെങ്കിൽ മൂലക്കട പോകാൻ പത്തനാപുരം അത്രയും ദൂരം മാത്രമേ നമുക്ക് കടകളുള്ളൂ. പക്ഷെ ഇത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്ന സാധനങ്ങൾ സർക്കാർ സബ്സിഡി നൽകുന്ന 13 ഐറ്റമുണ്ട്. ആ 13 ഐറ്റത്തിന് വില കുറച്ച് സർക്കാർ കൊടുക്കുന്നു. സർക്കാർ വില കൂട്ടി വാങ്ങിച്ച് വില കുറച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഐറ്റം കൂടാതെ മറ്റുള്ള സാധനങ്ങൾ ലഭ്യമാക്കുന്നത് നന്മ സ്റ്റോറാണ്. നന്മ സ്റ്റോറിനെ സംബന്ധിച്ച് സഹകരണ മേഖലയുടെ കരുത്താണ് നന്മ സ്റ്റോർ. നന്മ സ്റ്റോറിൽ കിട്ടുന്ന സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മൂല്യമുള്ളതാണ്. പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. സുധാകരൻ അധ്യക്ഷത വഹിച്ചു. നന്മ സ്റ്റോർ യാഥാർത്ഥ്യമാകാൻ ശ്രമിച്ച മുഴുവൻ ആളുകളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ R. രാജിമോൻ, CK. ദീപാകുമാരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് തോമസ്, സൽമ BV, വനജ കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.